ഓപ്പോയുടെ ഓപ്പോ K12s 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K12s 5G എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ K12s 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.45 mm ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ് ഇത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ വളരെ മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും ഇതിൽ വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 5700 mm² ആണ്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഷീറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 6000 mm² ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ 1.85 പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് OmniVision OV50D40യുടെ മെയിൻ ക്യാമറ സെൻസറാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ 2.4 പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ 2.45 പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് സോണി IMX480യുടെ മെയിൻ ക്യാമറ സെൻസറാണ്. അപ്പം തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അത്ര മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 7000 mAhൻ്റെ ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുമാത്രമല്ല 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വളരെ മികച്ച ഒരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1199 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച ഫീച്ചേഴ്സാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ വളരെ മികച്ച ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. വലിയ കോംപ്രമൈസുകളൊന്നും ഇതിൽ ഇല്ല എന്നൊക്കെ പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഓപ്പോ K13 5G എന്ന പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു സെയിം ഫോൺ തന്നെയാണ്. ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. ഇപ്പം ഇന്ത്യൻ വെർഷനിൽ NFC ഇല്ല, പക്ഷേ ഇതിൽ NFC ഉണ്ട് എന്നുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ മെമ്മറി വേരിയൻസിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പം സെയിം ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഓപ്പോ K13 5G എന്ന സ്മാർട്ട് ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലും അത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ഫോണൊക്കെ തന്നെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ K12s 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.